ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അയയാതെ ലത്തീൻ സഭ. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് റിപ്പോർട്ട് പുറത്തുവരുന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ വിമർശനം. റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാത്തതിനെതിരെ സീറോ മലബാർ സഭയും രംഗത്തെത്തി. കഴിഞ്ഞ ദിവസമാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന് മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം നൽകിയത്. റിപ്പോർട്ട് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തു. ഇതിന് പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത രംഗത്തെത്തിയത്. കാലങ്ങളായി പരിഹരിക്കപ്പെടാത്ത തങ്ങളുടെ ആവശ്യം തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സമയത്ത് പരിഗണിക്കുന്നതിൽ ദുരൂഹത ഉണ്ടെന്നാണ് സഭയുടെ നിലപാട്. സംഘടന 1000 സമ്മേളനങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചു. ഈ അവസാന നിമിഷത്തിൽ ഇത്തരം ദീർഘകാലമായി നടന്ന പഠനത്തിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ദുരൂഹതകളുണ്ട്. ഇതേ വിഷയം ഉയർത്തി വിമർശനവുമായി പാലക്കാട് രൂപതയും രംഗത്തെത്തി. റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത് എല്ലാവരും കാണാനുള്ള ഒരു സംവിധാനം ഇതുവരെയും ചെയ്തിട്ടില്ല. അതിനകത്ത് അത് ആണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു ചെയ്യേണ്ട കാര്യം. ഗവൺമെന്റ് അത് പറയുന്നില്ല. എന്താണ് അതിന്റെ പ്രശ്നമെന്നോ അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്താൽ എന്തെങ്കിലും മറ്റു വിഷയങ്ങളുണ്ടോന്നോ ഒന്നും ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. ഇതിനകത്ത് പല കാര്യങ്ങളും അത് നടപ്പാക്കിയെന്ന് അവകാശപ്പെടുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാർ നൽകിയ ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടില്ല എന്നും വികാരി ജനറൽ പറഞ്ഞു. ഈ സമരം നിർത്തുന്ന സമയത്ത് 7 കാര്യങ്ങൾ നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞു. ആകെ മൊത്തം ചെയ്തത് ഈ പറഞ്ഞിരിക്കുന്ന മുട്ടത്തുറയിൽ കുറച്ച് ലാൻഡ് എടുത്ത് അവിടെ 300 കുടുംബങ്ങളെ പാർപ്പിക്കാനുള്ള ഫ്ലാറ്റുകൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഈ വീടുകൾ നഷ്ടപ്പെട്ടവർ സ്വന്തമായ സ്ഥലമുണ്ടായിരുന്നവരാണ്, സ്വന്തമായി വീടുകളുണ്ടായിരുന്നവരാണ്. അവരെ ഈ പുനർഗേഹം പദ്ധതിയിൽ ഇങ്ങനെ പുനരധിവസിപ്പിച്ചുകൊണ്ട് മാത്രമായില്ല. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ച സാഹചര്യത്തിൽ എത്രയും വേഗം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തുവിടണമെന്നാണ് സഭയുടെ ആവശ്യം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.